നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ഉറങ്ങാത്തതിന് 5 വയസ്സുകാരിയെ തല്ലിച്ചതച്ച പിതാവ്. +2 വിദ്യാർത്ഥിയെ ലൈംഗികമായി പലതവണ പീഡിപ്പിച്ച 40-കാരിയായ ഇംഗ്ലീഷ് അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മകളുടെ കൂട്ടുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ചെന്നൈയിൽ അറസ്റ്റ് ചെയ്തു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ആലപ്പുഴയിലാണ് സംഭവം. ശശി എന്ന ഗൃഹനാഥനാണ് ആത്മഹത്യ ചെയ്തത്. ബാങ്ക് ജീവനക്കാരുടെ സാന്നിധ്യത്തിലായിരുന്നു വീടിനുള്ളിൽ ശശിയുടെ മരണം. വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട സ്വകാര്യ ധനസ്ഥാപനത്തിലെ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 കളക്ഷൻ ഏജന്റുമാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ ഗൃഹനാഥൻ ജീവനൊടുക്കി. വള്ളികുന്നം കടുവിനാൽ മലവിളയിൽ ശശിയാണ് മരിച്ചത്. കളക്ഷൻ ഏജന്റുമാർ ഭീഷണി തുടരുന്നതിനിടെ വീടിനകത്ത് കയറി ശശി കതകിന് കുറ്റിയിട്ട ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു. കതക് തുറക്കാതെ വന്നപ്പോൾ 3-അംഗ സംഘം അയൽവീട്ടിലുണ്ടായിരുന്ന മരുമകളോട് വിവരം പറഞ്ഞ ശേഷം വാഹനങ്ങളിൽ സ്ഥലം വിട്ടു. തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. കളക്ഷൻ ഏജന്റുമാരുടെ ഭീഷണിയും അപമാനവുമാണ് ശശിയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. വള്ളികുന്നം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വീടുപണിയുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് മരംകയറ്റ തൊഴിലാളിയായ ശശി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 1 ലക്ഷം രൂപ വായ്പ എടുത്തത്. ഇതിന്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട മാസാവസാനമായ തിങ്കളാഴ്ച സ്ഥാപനത്തിലെ 2 ഏജന്റുമാർ വീട്ടിലെത്തി. സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ ഭാര്യ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ പണം നൽകാമെന്ന് അറിയിച്ചെങ്കിലും ഭീഷണി മുഴക്കിയ ശേഷം ഏജന്റുമാർ മടങ്ങി. വൈകുന്നേരം 4-ഓടെ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർ വീണ്ടും വീട്ടിലെത്തി ശശിയെ ഭീഷണിപ്പെടുത്തി. ഇവരുടെ ഭീഷണി കാരണം മരുമകളെ അയൽപക്കത്തെ ബന്ധുവീട്ടിലേക്ക് ശശി പറഞ്ഞു വിട്ടിരുന്നു. കളക്ഷൻ ഏജന്റുമാരുടെ ഭീഷണി തുടരുന്നതിനിടെ ശശി വീടിനുള്ളിൽ കയറി ജീവനൊടുക്കിയത്. വിസ്മയ ന്യൂസ്, ആലപ്പുഴ. ഉറങ്ങാത്തതിന് 5 വയസ്സുകാരിയെ തല്ലിച്ചതച്ച പിതാവ്. മുംബൈയിലാണ് ദാരുണ സംഭവം നടന്നത്. കുട്ടിയുടെ കവിളിൽ സിഗരറ്റ് കുറ്റി കൊണ്ട് പൊള്ളിച്ചുവെന്നും പരാതിയുണ്ട്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉറങ്ങാത്തതിന് 5 വയസ്സുകാരിയെ ക്രൂരമായി ഉപദ്രവിച്ച പിതാവ്. മുംബൈയിലാണ് ക്രൂരത അരങ്ങേറിയത്. പിതാവ് കുട്ടിയെ കെട്ടിയിട്ട് മർദ്ദിക്കുകയും സിഗരറ്റ് ഉപയോഗിച്ച് പൊള്ളിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. പ്രതിയുടെ അയൽവാസിയും മൻഗുരുദിലെ കർബലാച്ചാലിൽ ദീർഘകാലമായി താമസിക്കുന്നയാളുമായ അബ്ദുൽ ഹക്കീം ഖയും സംഭവത്തിൽ പരാതി നൽകി. ക്രൂരതയുടെ ദൃശ്യങ്ങൾ ഇയാളുടെ ഭാര്യ പകർത്തുകയും ചെയ്തു. പ്രതിയായ രാജേഷ് റാം മകൾ സഞ്ജനയെ ക്രൂരമായി മർദ്ദിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. കുട്ടിയെ കെട്ടിയിടുന്നതും കവിളിൽ സിഗരറ്റ് വെച്ച് പൊള്ളിക്കുന്നതും കാണാം. പരാതി ലഭിച്ചതോടെ പോലീസ് ഉദ്യോഗസ്ഥർ രാജേഷ് റാമിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്തു. ഉറങ്ങാത്തതിന് അച്ഛൻ തന്നെ മർദ്ദിച്ചതായി കുട്ടി സമ്മതിച്ചു. പോക്സോ നിയമപ്രകാരമാണ് പ്രതിക്കെതിരെ കേസെടുത്തത്. നിലവിൽ ഇയാൾ ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. +2 വിദ്യാർത്ഥിയെ ലൈംഗികമായി പലതവണ പീഡിപ്പിച്ച 40-കാരിയായ ഇംഗ്ലീഷ് അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈയിലാണ് സംഭവം. കുട്ടിയെ 1 വർഷക്കാലം അധ്യാപിക ലൈംഗികമായി ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തൽ. മുംബൈയിലെ ഹയർ സെക്കൻഡറി അധ്യാപിക +2 വിദ്യാർത്ഥിയോട് കാണിച്ച ലൈംഗിക അതിക്രമമാണ് സൈബർ ഇടത്തിൽ ചർച്ചയാകുന്നത്. സംഭവം പോലീസ് പറയുന്നത് ഇങ്ങനെ: വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപിക പോക്സോ കേസിലാണ് അറസ്റ്റിലായത്. മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ് ഇവർ. 1 വർഷത്തിലേറെയായി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് 40-കാരിയായ അധ്യാപിക അറസ്റ്റിലായതെന്നും പോലീസ് പറഞ്ഞു. ഹയർ സെക്കൻഡറി അധ്യാപികയായ ഇവർ വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ്. 2023 ഡിസംബർ സ്കൂൾ വാർഷികത്തിനായി നൃത്ത ഗ്രൂപ്പുകൾ തിരിക്കുന്നതിനിടെയാണ് അധ്യാപികയ്ക്ക് കുട്ടിയോട് പ്രണയം തോന്നിയത്. പിന്നീട് 2024 ജനുവരിയിൽ ഇവർ ആദ്യമായി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. പലതവണ ആൺകുട്ടി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. ഇതോടെ അധ്യാപിക അവരുടെ പെൺസുഹൃത്തിനെ കൊണ്ട് കുട്ടിയെ വിളിപ്പിക്കുകയും മുതിർന്ന സ്ത്രീകളും കൗമാരക്കാരായ ആൺകുട്ടികളും തമ്മിലുള്ള ബന്ധം സർവ്വസാധാരണമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, കുട്ടിയും അധ്യാപികയും തമ്മിൽ നല്ല ചേർച്ചയാണെന്നും കൂട്ടുകാരി കുട്ടിയെ പറഞ്ഞ് ധരിപ്പിച്ചു. ഇതോടെ കുട്ടി അധ്യാപികയെ നിരന്തരം കാണാൻ തയ്യാറായി. അധ്യാപിക ആൺകുട്ടിയെ അവരുടെ കാറിൽ കയറ്റി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിക്കുകയും പിന്നീട് വസ്ത്രമഴിപ്പിച്ച് പീഡനത്തിന് ഇരയാക്കുകയും പതിവായിരുന്നു. ഈ ദിവസങ്ങളിൽ കുട്ടിക്ക് അമിതമായ ഉത്കണ്ഠ അനുഭവപ്പെട്ടപ്പോൾ അത് മാറാനുള്ള ഗുളികയും ഇതേ അധ്യാപിക നൽകി. ശേഷം അധ്യാപിക അവനെ തെക്കൻ മുംബൈയിലെ വിവിധ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും എത്തിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഈ സമയത്ത് കുട്ടിക്ക് ഇവർ മദ്യം നൽകുമായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പിന്നീട് കുട്ടിയുടെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങൾ കണ്ട മാതാപിതാക്കൾ ചോദിച്ചപ്പോഴാണ് കുട്ടി സത്യം തുറന്നു പറഞ്ഞത്. എന്നാൽ +2 കഴിഞ്ഞ് സ്കൂളിൽ നിന്നിറങ്ങാൻ മാസങ്ങൾ മാത്രമുള്ളതിനാൽ അവർ ക്ഷമിച്ചു. പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കുട്ടി വിഷാദരോഗത്തിന് അടിമയായി. എന്നിട്ടും കുട്ടിയെ വെറുതെ വിടാൻ തയ്യാറാകാത്ത അധ്യാപിക മറ്റൊരാളെ കൊണ്ട് അവനെ വീണ്ടും വിളിപ്പിച്ചു. ഇതോടെയാണ് വീട്ടുകാർ പോലീസിനെ സമീപിച്ചത്. അധ്യാപികയുടെ സുഹൃത്തിനെയും പ്രതി ചേർക്കുമെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. മകളുടെ കൂട്ടുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ചെന്നൈയിൽ അറസ്റ്റ് ചെയ്തു. SI ആണ് 9 വയസ്സുള്ള പെൺകുട്ടിയെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചത്. മകളുടെ സഹപാഠിയായ 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ SIക്കെതിരെ കേസെടുത്തു. ചെന്നൈ നുങ്കമ്പാക്കം ആംഡ് പോലീസ് യൂണിറ്റിലെ SI രാജുവിനെതിരെയാണ്
കേസ്. വൈകുന്നേരം വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കാണാതാവുകയായിരുന്നു. 3 മണിക്കൂറിന് ശേഷം കുട്ടിയെ അബോധാവസ്ഥയിൽ ഇയാളുടെ വീട്ടിൽ കണ്ടെത്തി. മകളുടെ പേര് പറഞ്ഞ് ഇയാൾ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. നിലവിൽ പോക്സോ വകുപ്പ് ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതേസമയം ആരോപണം SI നിഷേധിച്ചു. സംഭവത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്നാണ് SIയുടെ ആരോപണം. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.